ഗ്രാമപഞ്ചായത്തിലെ പള്ളിക്കുറുപ്പ് ഗ്രാമത്തിൽ -2 മുതൽ +2 വരെയുള്ള 3276 കുട്ടികൾ അധ്യയനം നടത്തുന്ന പ്രശസ്തമായ വിദ്യാലയമാണ് ശബരി ഹയർ സെക്കൻഡറി സ്കൂൾ പള്ളിക്കുറുപ്പ്. സ്കൂൾ എന്ന് പറയുന്നത് കുറേ A+കാരെ സൃഷ്ടിക്കാനുള്ള പണിശാലയാകരുത്, മറിച്ച് കുറേ നല്ല മനുഷ്യരെ സൃഷ്ടിക്കുന്ന ഒരിടമാകണം എന്നുള്ള ഞങ്ങളുടെ കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടാണ് വിശാലമായ ഇത്തരമൊരു പദ്ധതിക്ക് തുടക്കം കുറിക്കാനുണ്ടായ സാഹചര്യം. വെക്കേഷൻ കാലത്ത് തന്നെ നമ്മുടെ സ്കൂളിലെ മുഴുവൻ കുട്ടികളുടെയും വീടുകളിലേക്ക് അധ്യാപകർ പോയിരുന്നു. എല്ലാ വീടുകളും സന്ദർശിച്ചു. നമ്മുടെ കുട്ടികൾ അനുഭവിക്കുന്ന, അവരുടെ വീട്ടുകാരെ അനുഭവിക്കുന്ന നിരവധിയായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നേരിട്ട് കണ്ട് മനസ്സിലാക്കി അവരെ ഏതെങ്കിലും രീതിയിലുള്ള സഹായം അവർക്ക് എത്തിക്കാൻ കഴിയുമോ എന്ന് വളരെ വിശാലമായി തന്നെ സ്കൂളിലെ സ്റ്റാഫ് മീറ്റിംഗ് ആലോചിക്കുകയുണ്ടായി. അതിൻ്റെ തുടർച്ചയാണ് പാഥേയം എന്ന് പറയുന്ന ഈ ചാരിറ്റി കൂട്ടായ്മ. പാഥേയം എന്ന് പറഞ്ഞാൽ പൊതിച്ചോറ് എന്നാണ്. നമ്മളിവിടെ നിറയ്ക്കുന്നത് വയറുകളല്ല, വയറ് നിറയ്ക്കുന്ന പദ്ധതിയല്ല, മനസ്സ് നിറയ്ക്കലാണ്. ഞങ്ങളുടെ ഇടപെടൽ കൊണ്ട്, ഞങ്ങളുടെ കരുതൽ കൊണ്ട് കഷ്ടപ്പാട് അനുഭവിക്കുന്ന, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുടെ മനസ്സാണ് പാഥേയം പ്രവർത്തനത്തിലൂടെ ഞങ്ങൾ നിറയ്ക്കുന്നത്. അതിന് സ്കൂളിലെ മുഴുവൻ ആളുകളുടെയും, രക്ഷിതാക്കളുടെയും, കുട്ടികളുടെയും ഈ നാടിൻ്റെ ആകെ പിന്തുണ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അത്ഭുതകരമായ സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സ്കൂളിലെ എല്ലാ ക്ലാസ് ലീഡർമാരെയും, പിന്നെ ക്ലാസ്സിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു കുട്ടി, JRC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് തുടങ്ങിയ പ്രസ്ഥാനങ്ങളിലെ കുട്ടികളെയും തിരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പാഥേയത്തിലെ കുട്ടികളെ ഞങ്ങൾ സെലക്ട് ചെയ്യുന്നത്. താല്പര്യമുള്ള അധ്യാപകരെയും ഞങ്ങളുടെ ശബരി ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ചെയർമാൻ ഉൾപ്പെടെയുള്ള മാനേജ്മെൻറ്റ് അംഗങ്ങളെയും ഇതിൽ രക്ഷാധികാരികളായി ഉൾപ്പെടുത്തുകയുണ്ടായി. അങ്ങനെ വലിയ ഒരു കൂട്ടായ്മയാണ് പാഥേയം ചാരിറ്റി കൂട്ടായ്മ. ഇതിൻ്റെ ഭാഗമായി നമ്മുടെ വിദ്യാലയത്തിൽ വീടില്ലാത്ത ഇരട്ട സഹോദരങ്ങളായ കുട്ടികൾക്ക് ഒരു വീട് നിർമ്മിച്ചു കൊടുക്കുക എന്ന പദ്ധതിയാണ് ആദ്യമായി ഏറ്റെടുത്തത്. സ്നേഹക്കൂട് എന്ന പേരിലുള്ള ആ വീടിൻ്റെ പണി പൂർത്തീകരിച്ച് ഈ 2025 ജനുവരി മാസം 1-ാം തീയതി അതിൻ്റെ താക്കോൽ നൽകുന്നത് വരെയുള്ള പദ്ധതികൾ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. തുടർന്ന് വയനാട്ടിൽ വലിയ പ്രകൃതിക്ഷോഭം ഉണ്ടായിരുന്നു. വയനാട്ടിലെ കഷ്ടപ്പെടുന്നവരെ സഹായിക്കുന്നതിന് വേണ്ടി സ്കൂൾ ആകെ രംഗത്തിറങ്ങി. 3 ദിവസം കൊണ്ട് 1,32,000-ത്തിലധികം രൂപയാണ് നമുക്ക് സമാഹരിക്കാനായത്. അത് ജില്ലാ കളക്ടറെ, പാലക്കാട് ജില്ലാ കളക്ടറെ തന്നെ ഏൽപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. നിരവധിയായ ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യത്യസ്ത കഴിവുകളുള്ള കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയങ്ങൾ ഞങ്ങൾ സന്ദർശിക്കുകയുണ്ടായി. അതിലൊന്ന് കോട്ടപ്പുറത്ത് പുലിക്കിലിയാടുള്ള ഒരു ഹെലൻ കെല്ലർ അന്ധവിദ്യാലയം. അവിടേക്ക് കുട്ടികളുമായി പോവുകയുണ്ടായി. അവരനുഭവിക്കുന്ന, അവിടുത്തെ കുട്ടികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ അവരെങ്ങനെയാണ് മറികടക്കുന്നത് എന്ന് നമ്മുടെ കുട്ടികൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നതിന് അവസരമുണ്ടാകും. ആ കുട്ടികൾക്ക് ആവശ്യമായ നിരവധിയായ സഹായങ്ങൾ എത്തിച്ചു നൽകാൻ ഞങ്ങളുടെ കൂട്ടായ്മയ്ക്ക് കഴിയും. ആ കുട്ടികളോടൊപ്പം ആടാനും പാടാനുമെല്ലാം ഞങ്ങളുടെ കുട്ടികൾക്ക് അവസരമുണ്ടായി. വളരെ മികച്ച അനുഭവമാണ് ആ പ്രവർത്തനത്തിലൂടെ നമ്മുടെ വിദ്യാലയത്തിലെ കുട്ടികൾക്ക് നേടാനായി. തുടർന്ന് ഒരു വൃദ്ധസദനം, പാലക്കാടുള്ള മുണ്ടൂരിനടുത്തുള്ള ഒരു വൃദ്ധസദനത്തിലേക്ക്, സാന്താൾ വൃദ്ധസദനത്തിലേക്ക് നമ്മുടെ കുട്ടികൾ പോവുകയുണ്ടായി. വയസ്സുകാലത്ത് ആരോഗ്യമില്ലാതാകുന്നവരുടെ വേദന എത്രത്തോളം വലുതാണെന്ന് അവർ നേരിട്ട് കണ്ട് മനസ്സിലാക്കുകയും തങ്ങളുടെ നാട്ടിലെ ഇത്തരം സ്ഥാപനങ്ങൾ ഒരു അലങ്കാരമല്ല, ഐശ്വര്യമല്ല എന്നും വയസ്സായവരെ സഹായിക്കേണ്ടത് ധാർമ്മിക ഉത്തരവാദിത്തമാണ്, നമ്മുടെ സ്വന്തം ഉത്തരവാദിത്തമാണ് എന്ന് കുട്ടികൾ മനസ്സിലാക്കുകയും ഞങ്ങളുടെ രക്ഷിതാക്കൾ ഒരിക്കലും ഞങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം വൃദ്ധസദനങ്ങളിലേക്ക് പറഞ്ഞയക്കില്ല എന്ന് കുട്ടികൾ തീരുമാനിക്കുകയും അവരോടൊപ്പം ഭക്ഷണം കഴിക്കാൻ, അവരോടൊപ്പം പാട്ടും
പാടാനും ഡാൻസ് കളിക്കാനും എല്ലാം നമ്മുടെ കുട്ടികൾ തയ്യാറായി. അവരുടെ കുറച്ച് നേരത്തേക്ക് അവരുടെ വേദനകളെല്ലാം മാറ്റുന്നത് ഈ സന്ദർശനം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം കരിമ്പയിലുള്ള തൊട്ടടുത്തൊരു വർക്ക് കരിമ്പയിലുള്ള ആകാശപ്പർവ്വം സന്ദർശനം നിരവധിയായ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ആളുകളെയാണ് അവിടെ കാണാൻ കഴിയുന്നത്. ISROയിലുള്ള മുൻ എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള നിരവധിയായ ജോലികൾ ചെയ്തിരുന്ന ഹൈസ്കൂൾ കെമിസ്ട്രി അധ്യാപിക ആയിരുന്ന ആളുകൾ ഉൾപ്പെടെ അവിടെ താമസിക്കുന്നത് അവർ നേരിട്ട് കാണാനും മനസ്സിലാക്കാനും അവർക്ക് കഴിയും. അങ്ങനെ ജീവിതത്തിൽ എപ്പോഴും ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ നമ്മളെ തേടിയെത്തും. ഇപ്പോഴുള്ള സൗഭാഗ്യങ്ങളൊന്നും ജീവിതാവസാനം വരെ നിലനിൽക്കാൻ സാധ്യതയില്ല. ചില നിർഭാഗ്യകരമായ നിമിഷങ്ങൾ വരുമ്പോൾ ഇതെല്ലാം നിലവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങളും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് ഒരു വലിയ തിരിച്ചറിവിലേക്ക് നമ്മുടെ കുട്ടികൾ മാറുകയുണ്ടായി, അവർ നേടുകയുണ്ടായി. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കലാണ് പാഥേയത്തിൻ്റെ ഇവിടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ചാരിറ്റി പ്രവർത്തനം ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ ചൊട്ടയിലെ ശീലം ചുടല് വരെയാണ്. കുഞ്ഞുനാളിലെ ഇത്തരം നന്മയുടെ പാഠങ്ങൾ കുട്ടികൾ മനസ്സിലാക്കുന്നത് അവർക്ക് ജീവിതാവസാനം വരെ തുണയാകുമെന്നുള്ള വലിയ തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും ഈ പ്രവർത്തനത്തിന് രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നും സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നും വലിയ പിന്തുണയും സഹായവുമാണ് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറെ അഭിമാനത്തോടു കൂടി ഇത്തരം പ്രവർത്തനങ്ങൾ വലിയ ആവേശത്തോടും സന്തോഷത്തോടു കൂടി ഈ കാലഘട്ടത്തിൽ വിദ്യാലയങ്ങൾ നേരിടുന്ന ഒരു വലിയ വിപത്താണ് കുട്ടികളിലെ മൂല്യച്യുതി. ഇതിന് ഒരു ശാശ്വത പരിഹാരമാണ് പാഥേയം പോലെയുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ. കുട്ടികൾക്ക് ഭാവിയിലുണ്ടാകുന്ന ഏതൊരു പ്രതിസന്ധി ഘട്ടങ്ങളെയും അനായാസം നേരിടാൻ ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അറിവുകൾ അവർക്ക് മുതൽക്കൂട്ടാണ്. പാഥേയം ടീം സ്പെഷ്യലി ഏബിൾഡ് സ്കൂളായ ഫെയ്ത്ത് ഇന്ത്യ സന്ദർശിച്ച വേളയിൽ എനിക്കും അവരുടെ കൂടെ ചേരാൻ ഭാഗ്യമുണ്ടായി. തികച്ചും വേറിട്ട ഒരു അനുഭവം തന്നെയായിരുന്നു അത്. വിവിധ പ്രയാസങ്ങളിലൂടെ വളർന്നു വരുന്ന കുട്ടികൾ, അവരിലുള്ള അനായാസമായ കഴിവുകൾ എല്ലാം നമ്മുടെ മക്കളെ അത്ഭുതപ്പെടുത്തി. മാത്രമല്ല, തങ്ങൾ എത്രമാത്രം അനുഗ്രഹീതരാണ് എന്ന തിരിച്ചറിവും ആ സന്ദർശനം കൊണ്ട് നമ്മുടെ മക്കൾക്ക് ഉണ്ടായി. തീർച്ചയായും സ്നേഹം കൊണ്ടും പരിഗണന കൊണ്ടും മനസ്സ് നിറയ്ക്കുന്ന സഹജീവികളെ അടുത്തറിയുന്ന ഒരു ഭാവി തലമുറയെ വാർത്തെടുക്കുന്ന ഭാവനാപൂർണമായ പദ്ധതിയാണ് പാഥേയം.